സിന്ദൂരരേഖ ഭാഗം 107. ഒരിക്കൽ കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് ഒരു നേഴ്സ് ഓടി വന്നിട്ട് ഒരു 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ അപ്പൻഡൈസിറ്റിസ് ബ്രേക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോയി നോക്കിയപ്പോൾ ടൈം അല്പം വൈകിപ്പോയിട്ടുണ്ട്. അവർ വേറെ 1-2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊക്കെ മടക്കിയതാണ്. റിസ്ക് ആയിരുന്നു. ആ കുരുന്ന് ജീവനായിരുന്നു കയ്യിൽ. എങ്കിലും ആ റിസ്ക് എടുത്തു. തിരികെ കൊണ്ടുവരാൻ വെറും 40% മാത്രം ചാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സർജറി സക്സസ് ആയി. കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചു കിട്ടി. സൂര്യൻ്റെയും ശലഭയുടെയും കുഞ്ഞായിരുന്നു അത്. ഒരിടത്തും എടുക്കാതെ ആയപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന പോലെയാണ് അവർ വർമ്മ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. അവരുടെ നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അവസ്ഥ അവരെ പറഞ്ഞു മനസ്സിലാക്കി തന്നെയാണ് സർജറി ചെയ്തത്. പക്ഷേ അത്ഭുതം എന്ന പോലെയാണ് കുഞ്ഞ് രക്ഷപ്പെട്ടത്. ഇന്നിപ്പോൾ കുഞ്ഞിന് 6 വയസ്സടുത്തായിട്ടുണ്ട്. അതിൽ പിന്നെ സൂര്യനും വൈഫും ഒക്കെ ആയിട്ട് നല്ല പരിചയമാണ്. അവരെല്ലാവരും ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ വരാറുമുണ്ട്. അന്ന് തനിക്ക് നേരെ അത്രയും വലിയൊരു പ്രശ്നം ഉന്നയിച്ചപ്പോഴേക്കും തനിക്ക് വിശ്വസിച്ച് കൂടെ നിർത്താൻ ആകെ ഉണ്ടായിരുന്നത് സൂര്യൻ മാത്രമായിരുന്നു എന്നതാണ് സത്യം. അതിൽ പിന്നെ ശരിക്കും തങ്ങൾ ഫ്രണ്ട്സ് പോലെ ആയി. എപ്പോഴും അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ വിളിക്കും, സംസാരിക്കും. പിന്നെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഹോസ്പിറ്റലിലും വരാറുണ്ട്. ഇങ്ങനെയൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ അതിനാദ്യം സഹായം ചോദിച്ചത് സൂര്യനോടാണ്. അതൊരിക്കലും അവൻ്റെ പിടിപാടും പവറും ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. മറിച്ച് തെറ്റ് ചെയ്തവർക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തന്നെയാണ്. അവൻ പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മനു തിരികെ വീട്ടിലേക്ക് വന്നത്. അപ്പോഴും ആ വീടാകെ സൈലന്റ് തന്നെയായിരുന്നു. ഒരൊച്ചയോ അനക്കവും ഇല്ലാതെ ആകെ ഒരു മൂകത. അമ്മാളും ഉണ്ണിയുമാണ് ആ വീട്ടിലെ കിലുക്കാൻ പെട്ടികൾ. അവർ സൈലന്റ് ആയാൽ വീട് ഉറങ്ങിയതുപോലെയാണ്. അമ്മ. അവൻ അകത്തേക്ക് കയറി അമ്മയെ വിളിച്ചപ്പോൾ അമ്മ സോഫയിൽ തലചാരി വെച്ച് എന്തോ ആലോചിക്കുവാണ്. ആ, നീ വന്നോ? ഡൈനിങ് ഏരിയയിലേക്ക് ഇരിക്ക്, ഞാൻ ചോറെടുക്കാം. അമ്മ പറഞ്ഞപ്പോഴും നിർജീവം എന്ന പോലെ ഇരിക്കുന്ന അമ്മയുടെ മുഖത്തേക്കാണ് അവൻ നോക്കിയത്. അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അവൻ സോഫയിൽ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് അമ്മയുടെ തോളിലേക്ക് തലവെച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ എന്തു പറയാനാണ് മനു? കൈകൾക്കും കാലിനും ഒക്കെ ഒരു ഉന്മേഷം ഇല്ലാത്തതുപോലെ. ഒന്നും അങ്ങോട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അവൻ ചോദിച്ചതും അമ്മ പറഞ്ഞു. അത് അവനും ശരിയാണെന്ന് തോന്നി. കുറച്ചൊരു എനർജി ഉണ്ടെങ്കിൽ പോലും അമ്മ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എല്ലാ നേരവും വെറുതെ ഇരിക്കാതെ അത് പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളാണ് അമ്മ. ഒന്നുമില്ലെങ്കിലും ഏതെങ്കിലും നല്ല പുസ്തകമൊക്കെ വായിച്ചിരിക്കും. അമ്മാളും എന്തേലും പറഞ്ഞോ? അവനെ ഒന്ന് മുഖം ചിരിച്ച് നോക്കിക്കൊണ്ട് അമ്മ തിരക്കി. സങ്കടമാണ്. ഇക്കാര്യം പറഞ്ഞാൽ കരച്ചിലും. എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല അമ്മ. അവൻ വിഷമത്തോടെ തന്നെ പറഞ്ഞു. അത് പിന്നെ അവൾ ആ കുഞ്ഞിനെ അത്രയും ആഗ്രഹിച്ചു കാണും. വീട്ടിൽ ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാനും. പക്ഷേ പേരക്കുട്ടിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഭഗവാൻ തന്ന ഭാഗ്യം അങ്ങനെ തന്നെ അങ്ങ് തിരിച്ചെടുത്തു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്തെ കണ്ണട മാറ്റി കണ്ണുനീര് തുടക്കുന്ന അമ്മയെ കാണേ അവനും ആകെ വല്ലാതെയായി. നീ വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. വേണ്ട, കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കെ. അവൻ അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞതും ഒന്നും മിണ്ടാതെ അമ്മ അവൻ്റെ തലയിലൂടെ തലോടിക്കൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ അമ്മ അങ്ങനെ തന്നെ ഇരുന്ന് അവൻ്റെ തലയിലൂടെ തലോടിക്കൊണ്ടിരുന്നു. നേരം കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ണി വന്നു. അന്നേരം അവൻ കാണുന്ന കാഴ്ച ഇതാണ്. അമ്മയും ഉറക്കമാണ്. അവരെ ശല്യം ചെയ്യാൻ നിൽക്കാതെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവൻ അമ്മാള് കിടക്കുന്ന മുറി വരെ ഒന്ന് പോയി നോക്കി. അവൾ ഉറക്കാവും എന്നാണ് കരുതിയത്. പക്ഷേ നോക്കിയപ്പോൾ അവൾ ഉണർന്നിരുന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുവാണ്. വാതിൽ തുറന്ന് താൻ അകത്തേക്ക് കയറിയതൊന്നും അവൾ അറിഞ്ഞിട്ട് പോലുമില്ല. അമ്മാളു. അവൻ പതിയെ അവളെ വിളിച്ചപ്പോൾ അവൾ അവനെ നോക്കി. വിഷാദം കലർന്നൊരു പുഞ്ചിരിയാണ് അവൻ അവളിൽ നിന്ന് തിരികെ കിട്ടിയത്. നേരത്തെ വന്നു ഉണ്ണിയേട്ടാ. അവിടെ ഇരിക്കാൻ തോന്നിയില്ല. അവൻ കട്ടിലിൽ അവളുടെ അടുത്ത് വന്നിരുന്നു. വേദന എങ്ങനെയുണ്ട്? ശരീരത്തിൻ്റെ വേദനയ്ക്ക് കുറവുണ്ട്. പക്ഷേ മനസ്സിപ്പോഴും കനൽ പോലെ എരിയുവാണ്. അവൻ ചോദിച്ചതും അവൾ അറിയാതെ തന്നെ പറഞ്ഞു പോയി. അമ്മാളും എന്തിനാ ഇങ്ങനെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് മനസ്സിങ്ങനെ വിഷമിപ്പിക്കുന്നത്? പറ്റുന്നില്ല ഉണ്ണിയേട്ടാ എനിക്ക്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിയിറങ്ങിയതും അവനത് കൈ ഉയർത്തി തുടച്ചു കൊടുത്തു. എൻ്റെ അമ്മാൾ സ്ട്രോങ് അല്ലേ? എല്ലാവരും പറഞ്ഞതുപോലെ കുഞ്ഞിന് നമ്മുടെ അടുത്തേക്ക് വരാൻ സമയമായിട്ടില്ല. അവൻ അങ്ങനെ പറയുമ്പോഴും അവൾക്ക് അവൻ്റെ ശബ്ദത്തിലെ വിഷമം മനസ്സിലായിരുന്നു. ഈ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ ചെറിയച്ഛനാണ് എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വന്ന് വയറിൽ തൊട്ടു നോക്കലും കുഞ്ഞിനോടെന്ന പോലെ തന്നെ കളിയാക്കാനെന്ന രീതിയിൽ എന്തൊക്കെയോ രഹസ്യം പോലെ പറയലുമൊക്കെ ആയിരുന്നു അവൻ. അപ്പോൾ അവൻ്റെ ഉള്ളിൽ സങ്കടം അവൾക്കറിയാമായിരുന്നു. എന്നിട്ട് പോലും സ്വന്തം വിഷമം മറന്ന് തന്നെ ആശ്വസിപ്പിക്കുന്നവനെ കാണേ അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അവിടെ എല്ലാവരും ഉറക്കാണ്. അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ തലയാട്ടി.
അവൻ പോയി കഴിഞ്ഞിട്ടും വീണ്ടും തുറന്നിട്ട ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം എങ്ങനെയോ എല്ലാവരും തള്ളി നീക്കി. വൈകുന്നേരമായപ്പോൾ അമ്മാളുവിൻ്റെ അച്ഛനും അനിയനും ഒക്കെ വന്നിരുന്നു. എല്ലാവരും വന്നുവെങ്കിലും ആർക്കും ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല. അമ്മ അവിടെ തന്നെ നിന്നു. അച്ഛനും അപ്പുവും തിരികെ വീട്ടിലേക്ക് പോയിരുന്നു. അമ്മു, രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരമായതും അവൻ അവളെ വിളിച്ചു. നമുക്ക് കുറച്ചു നേരം പുറത്തു പോയിരിക്കാം. അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. എല്ലാവരും അന്നേരമായപ്പോഴേക്കും കിടന്നിരുന്നു. എങ്കിലും അവൻ അവളെ കൂട്ടി പുറത്തെ ഗാർഡനിലെ സ്റ്റോൺ ബെഞ്ചിലേക്ക് വന്നിരുന്നു. കുറച്ചു നേരം ഇരുവർക്കും ഇടയിൽ മൗനമായി തന്നെ കടന്നുപോയി, പരസ്പരം സംസാരിക്കാനൊന്നും ഇല്ലാത്തതുപോലെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ അമ്മു? അവൻ ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങും പോലെ തോന്നി, ആകെ ഒരു വെപ്രാളം പോലെ. എങ്കിലും അവൾ പറയാമെന്ന രീതിയിൽ തന്നെ അവനെ നോക്കി. എങ്കിൽ എൻ്റെ നേരെ നോക്കി നിൽക്ക്. അവൻ വീണ്ടും പറഞ്ഞതും അവൾ അവന് നേരെ തിരിഞ്ഞു. കോളേജിൽ വെച്ച് ആരാ എൻ്റെ അമ്മൂനെ വിളിച്ചത്? അവനത് ചോദിച്ചപ്പോൾ തന്നെ അത്ര നേരം ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന അവളുടെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് ഒരു ഭയം മിന്നി. അവന് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പറ്റിയിരുന്നു. അത് ആരാണെന്ന് എനിക്കറിയില്ല മനുവേട്ടാ. ഓർത്തെടുത്ത് അവൾ അവൻ്റെ മുഖത്തു നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ വിളിച്ചത്? അവൻ വീണ്ടും ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആരാണ് വിളിച്ചതെന്നും എന്തിനാണ് വിളിച്ചതെന്നും ഒക്കെ എൻ്റെ കുട്ടിക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. പറയ്, ആരായിരുന്നു അന്നേരം വിളിച്ചത്? മനു ഗൗരവത്തിൽ തന്നെ അവളോട് തിരികെ ചോദിച്ചു. ഞാൻ പറയാം, പക്ഷേ മനുവേട്ടൻ പ്രശ്നത്തിനൊന്നും പോരുത്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നു. ഇല്ല, പോവില്ല, പറയ്. അവൻ അവളുടെ മുന്നിലേക്ക് വീണ മുടി പിന്നിലേക്ക് ഒതുക്കി വെച്ച് കൊടുത്തു. ഉറപ്പല്ലേ? ഉറപ്പ്. അവൻ ഉറപ്പ് പറഞ്ഞതും അവൾ അന്നത്തെ ദിവസം ഒന്ന് ഓർത്തെടുത്തു. ക്ലാസ് ഇല്ലാത്ത അവറായതുകൊണ്ട് സ്റ്റാഫ് റൂമിൽ ഇരിക്കുമായിരുന്നു. സ്റ്റാഫ് റൂമിൽ ഫോൺ അലൗഡ് അല്ല. എങ്കിലും 2 തവണ ഒരേ നമ്പറിൽ നിന്ന് അടുപ്പിച്ച് കോൾ വരുന്നത് കണ്ടതും അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ എന്ന് ചോദിച്ച് പുറത്തേക്കിറങ്ങി. നടന്ന് സ്റ്റെയർ കേസിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നാണ് സംസാരിച്ചത്. അതെന്ത് ചോദ്യമാണ് മിസ്സസ് സംസ്കൃതി മാനവർമ്മ? ഇത്ര വേഗം എന്നെ മറന്നുപോയോ? അപ്പുറത്തു നിന്ന് ഒരു പെൺശബ്ദം. അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് ആളെ മനസ്സിലായിരുന്നു. ഇതിനു മുൻപും ഈ ശബ്ദത്തിൽ തന്നെ വിളിച്ചിട്ടുണ്ട് അവള്. കുറച്ചു നാളായി വിളിയൊന്നും ഇല്ലാതെയായപ്പോൾ ശല്യം തീർന്നു എന്നാണ് കരുതിയത്. അനവദ്യ? ഓ, അപ്പോൾ എൻ്റെ പേര് മറന്നിട്ടില്ല അല്ലേ? അവളിൽ നിന്ന് ഒരുതരം പുച്ഛത്തോടെയുള്ള ചോദ്യം. ഇല്ല, അങ്ങനെ എളുപ്പം മറന്നു കളയാനുള്ള പേരല്ലല്ലോ. അതെ, ഇനി അങ്ങോട്ട് എന്തായാലും ഒരിക്കലും എൻ്റെ പേര് നീയൊക്കെ മറക്കില്ല. അതുപോലെ ആക്കുന്നുണ്ട് ഞാൻ. നിനക്കെന്താ വേണ്ടത് വെറുതെ ശല്യം ചെയ്യാനായിട്ട്? എനിക്കോ? എനിക്കെൻ്റെ കൊച്ചിൻ്റെ അച്ഛനെ വേണം. നിന്റെ കൊച്ചിൻ്റെ അച്ഛൻ എന്നോടാണോ ചോദിക്കുന്നത്? അതെ, നീയല്ലേ ഇപ്പോൾ അയാളുടെ ഭാര്യ. ഡോക്ടർ മാനവർമ്മയാണ് എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ. അവനെയാണ് എനിക്ക് വേണ്ടത്. സംസാരിച്ച് എന്തും പറയാമെന്നാവരുത്. ഇമാതിരി വൃത്തികെട്ട ഡ്രാമയായിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത് നീ. അമ്മാളു അവളോട് ചൂടായി. ഡ്രാമയോ? ഞാനോ? എനിക്കതിൻ്റെ ആവശ്യമില്ലടി. നീ നിന്റെ കെട്ടിയോൻ പറയുന്നത് വിശ്വസിച്ചിരുന്നോ? അവനെ എനിക്ക് വേണം, വേറൊന്നിനുമല്ല. ഞാനും എൻ്റെ കൊച്ചും അനുഭവിക്കാനുള്ള സ്വത്ത്, അത് ഞങ്ങൾക്ക് വേണം. ഞാനും എൻ്റെ കൊച്ചും അവൻ്റെ സ്വത്ത് അനുഭവിക്കും. ഇനി അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല സംസ്കൃതി. ആദ്യം അവനെ ഞാൻ കൊല്ലും, കൂടെ നിന്റെ വയറ്റിലുള്ള കൊച്ചിനെയും. അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും പെട്ടെന്ന് അമ്മാളും ഒന്ന് പേടിച്ചു. എങ്കിലും ഉള്ളിൽ ധൈര്യമായിരുന്നു. അവളോട് എതിർത്ത് പറയണമെന്നുണ്ടെങ്കിലും നാവ് പൊന്താത്തതുപോലെ. ഉള്ളിൽ ധൈര്യം ഉണ്ടെങ്കിൽ പോലും അവൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ കാര്യം ഓർത്തപ്പോൾ ആവശ്യമില്ലാത്തൊരു ഭയം അന്നേരം അവളെ വന്ന് പൊതിഞ്ഞു. മുൻപ് മനുവിനെ ഒരു തെറ്റും ചെയ്യാതെ കോടതി കയറ്റി എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയതാണ്. എല്ലാം കൂടി ഓർത്തപ്പോൾ ആകെ ബ്ലാങ്ക് ആയിപ്പോയി. സംസാരിക്കാൻ നാവ് ഉയരുന്നില്ല. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു. താഴേക്ക് വീണു പോവുകയാണ് എന്നറിഞ്ഞു. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ്. അമ്മാള് പറഞ്ഞവസാനിപ്പിച്ചതും മനുവിൻ്റെ മുഷ്ടി ചുരുണ്ടു. ദേഷ്യം കാരണം നെറ്റിയിൽ ഞരമ്പുകൾ പിടഞ്ഞുയർന്നിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.